വെയിലിലും കനത്ത മഴയിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തുട്ട് ചെയ്യാനാ, കേന്ദ്ര സർക്കാരാണ് എല്ലാത്തിനും കാരണക്കാരെന്നാണ് ഇവിടുത്തെ സഖാക്കളൊക്കെ പറയുന്നത്. കേന്ദ്രം തന്നെ കാശിലാണ്ട് സംസ്ഥാന സർക്കാർ ഇവിടെ എന്തുട്ടാണ് ചെയ്തതെന്നാണ് ജിമാര് തിരിച്ചു ചോദിക്കുന്നത്. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഇരട്ടത്താപ്പ് ആർക്ക്? ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് സമരത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി നമ്മുടെ കോംറേഡ്സ് എന്തോരം തന്ത്രങ്ങൾ പുറത്തെടുത്തു. അവരധിക്ഷേപിച്ചില്ലേ, ഭീഷണിപ്പെടുത്തിയില്ലേ, കേസെടുത്തില്ലേ. എന്നിട്ടോ കാര്യം, അവര് പിന്മാറിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. അവർക്ക് ഈ വെയിലത്തും മഴയത്തും ഏക ആശ്വാസമായിട്ടുള്ളത് ആ ടാർപോളിൻ ഷീറ്റല്ലേ, അതങ്ങ് അഴിച്ചു മാറ്റാ, അത്രേ ഉള്ളൂ. സർക്കാരിനോടൊന്നും തോന്നല്ലേ മക്കളെ, നിയമങ്ങളൊക്കെ കർശനമായിട്ട് പാലിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ടാ നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് വേണം ഫുട്പാത്തും റോഡൊക്കെ അടച്ചു പൂട്ടി നടു റോഡിൽ സ്റ്റേജ് കെട്ടി പാർട്ടി പരിപാടി നടത്താൻ വേണ്ടിട്ട്. ഞാൻ ചോദിക്കട്ടെ, അർദ്ധരാത്രി മഴ പെയ്യുമ്പോ ഒരു ചെറിയ പന്തലിട്ട പന്തൽ രാത്രി പോലീസുകാർ അത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി മഴയത്തിരിക്കേണ്ട ഗതികേട് ഈ കൊച്ചു കേരളത്തിൽ ഒരു തൊഴിലാളി വർഗത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കോ? തൊഴിലാളികളല്ലേ സമരം ചെയ്യണത്, അപ്പൊ അവരുടെ കാര്യം തൊഴിലാളി വർഗ പ്രസ്ഥാനം നോക്കിക്കോളും. നിങ്ങൾ ആരും കഷ്ടപ്പെടാൻ നിൽക്കണ്ടേട്ടാ, അല്ലേ സഖാക്കളെ? ആശാ വർക്കർമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമല്ല. അല്ലേ? ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, അതൊക്കെയാണല്ലോ ആശമാരുടെ ആവശ്യം. അത് ആശമാരുടെ ആവശ്യമല്ല എന്ന് പറയണത് എന്താണ്? നിങ്ങൾക്ക് അതൊന്നും ഒരു ആവശ്യമായിട്ട് തോന്നണില്ല അല്ലേ? ആ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാനാണല്ലോ ആഴ്ചകളായിട്ട് അവരിങ്ങനെ സമരവും പ്രകടനമൊക്കെ നടത്തണത്. ആശാവർക്കർമാർ ഇത്ര സ്ട്രോങ് ആയി സമരം നടത്തിയിട്ടും സർക്കാർ ഒരു മൈൻഡ് പോലും ആക്കാണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സമരപ്പന്തലിലേക്ക് ഒരാൾ പൊട്ടിമുളച്ചു വന്നത്. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഒരു നിശ്ചിത തുക കേന്ദ്ര സർക്കാരല്ലേ തരേണ്ടത്? അവരത് തരാറില്ല. 100 കോടി രൂപയുടെ അടുത്ത് കുടിശ്ശികയുണ്ടെന്നൊക്കെയല്ലേ സംസ്ഥാന സർക്കാർ പറയണത്. ചിലപ്പോ ആ കാശിന്റെ കാര്യം പറയാൻ വന്നതായിരിക്കും അല്ലേ? എന്തായി സുരേഷ് ഗോപിജി, കേന്ദ്ര സർക്കാർ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇടപെടുമായിരിക്കും അല്ലേ? നല്ല ഡാൻസ് സുരേഷ് ഗോപിജി. അല്ല, ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല. ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടും, അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ? ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും. ഇത് കൂടാണ്ട് വീണ്ടാമതും സുരേഷ് ഗോപിജി സമരപന്തലിലെത്തി. ആശാവർക്കർമാരുടെ അവസ്ഥ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് വന്നതായിരിക്കില്ലേ എന്ന് വിചാരിച്ചു അല്ലേ? നെഹി, അവര് മഴയത്തിരുന്ന് സമരം ചെയ്തല്ലേ, അവർക്ക് കോടയും കോട്ടൊക്കെ കൊടുക്കാൻ വന്നതാ. കേന്ദ്ര സർക്കാരിന്നും എപ്പോഴാ തീരുമാനം ഉണ്ടാവും പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ദേഹത്തിട്ടിരിക്കുന്ന ഇതൊന്നും ഇനി ആരും അഴിച്ചു കളയത്തില്ലല്ലേ. അപ്പൊ അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് തൽക്കാലം അത്രയും. ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. ആണല്ലേ? അപ്പൊ സുരേഷ് ഗോപിജി അവിടെ പോയി സംസാരിക്കുമ്പോ തരാനുള്ള കുടിശ്ശികയൊക്കെ കേന്ദ്രം പെട്ടെന്ന് തരുമായിരിക്കും അല്ലേ? നോക്കട്ടെന്നാ? അപ്പൊ ഉറപ്പില്ലേ? ഈ നോക്കട്ടെ എന്ന് സംസ്ഥാന സർക്കാരും കുറെ പറഞ്ഞിട്ടുള്ളതാ, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയണ്ട. നോക്കട്ടെ. അതാ ആ കാലുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇതെന്താ ചെരുപ്പിടാത്തെ? ഓ, സമരത്തെ ഇങ്ങനെ കഥാപാത്രത്തിലേക്ക് ആവാഹിച്ചതായിരിക്കും അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്ത് പ്രഹസനമാണ് സജി. ഷോയൊക്കെ കഴിഞ്ഞല്ലേ? അടുത്തതായി ഞങ്ങളുടെ കോംറേഡ്സ് വീണ്ടാമത് രംഗത്ത് വരാണ്. എന്തിനാ ആശാവർക്കർമാരെ അധിക്ഷേപിക്കാൻ? അല്ലാണ്ട് എന്തിന്? ഇത്തവണ രംഗത്ത് വരുന്നത് CITU നേതാവാണ്. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഇനി ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പൊ കൊട കൊടുക്കുക.
കേന്ദ്രമന്ത്രി. അതെ സഖാവേ, ഇങ്ങനെ അധിക്ഷേപ പരാമർശം നടത്തുമ്പോൾ സ്വന്തം പ്രസ്ഥാനത്തെ കുറിച്ചും അതിന്റെ ആശയങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്കൊന്ന് ആലോചിക്കണത് നല്ലതായിരിക്കും കേട്ടോ. സമരങ്ങളുടെ ന്യായം അന്യായം എല്ലാം ഉണ്ടാക്കാം, പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണം. വിമർശിക്കുമ്പോൾ അതിന്റെ ഭാഷ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? സമരം ചെയ്യുന്നവരെ അതിൻ്റെ പേരിൽ നമ്മൾ പരിഹാസ്യമായ വാക്കുപയോഗിച്ച് വിമർശിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ നന്മകളെ പ്രതിഫലിപ്പിക്കുന്നില്ല. അധിക്ഷേപവും ഭീഷണിയും കേസൊക്കെ നാല് പാടുന്നുണ്ടായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് ആശാ വർക്കർമാരുടെ സമരം തുടരാണ്. കേന്ദ്ര സർക്കാർ കാശുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയണ സംസ്ഥാന സർക്കാർ എല്ലാം ദിപ്പ ശരിയാക്കി തരാന്ന് പറഞ്ഞു പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിജി രണ്ടു കൂട്ടരും കൂടി ഏത് കാലത്താണാവോ ഇനി ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോണത്. ഇനി ഇവിടെ ഒരു പാർട്ടി ക്ലാസ് ആണ് നടക്കാൻ പോണത്. കള്ളും മദ്യവും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലാസ് നയിക്കുന്നത് ശ്രീ എം പി ഗോവിന്ദൻ ആൻഡ് ടി പി ജയരാജൻ. അതെല്ലാ വർഗ പൊതുജന സംഘടനയിലും വേണം, പാർട്ടിയിൽ ഉടനീളം വേണം. അതിൽ പ്രത്യേകിച്ച് മഹിളാ മേഖല വേണം, യുവജനം വേണം, വിദ്യാർത്ഥി വേണം, ഇവരൊക്കെ വേണം. എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള അതിശക്തിയായിട്ടുള്ള ഒരു ഇടപെടൽ, ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ചേരണം. അതായത് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വരുന്നത് മദ്യത്തിനെതിരെ നമ്മളെല്ലാവരും പോരാടണം, അതിനുവേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന നീരാണ് അത് പിന്നീട് സമയപരിധി വെച്ചുകൊണ്ട് അത് കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മദ്യമായി അത് മനുഷ്യൻ്റെ ബോധത്തെ തന്നെ ദുർബലപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ലിക്കറായി മാറും. എന്നാൽ തെങ്ങിൽ നിന്നെടുക്കുന്ന ഈ ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. ഇളം കള്ളിനെ പോലെ ഔഷധ ഗുണമുള്ള വേറൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് കള്ളുകൂടി ശീലാക്കാണെങ്കിൽ അത്രയെങ്കിലും നല്ലതെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. പിന്നെ അല്ലാണ്ട് നമുക്ക് ഇവിടെ ആരോഗ്യം നോക്കണ്ടേ അല്ലേ ഇ പി എ? നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടെ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നീർ അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രകൃതി തരുന്ന ഒരു ലിക്വിഡായിരുന്നു അത്. കള്ള ഔഷധമാണ്. അതുകൊണ്ട് രണ്ടെണ്ണം അടിച്ചിട്ട് വേണം മദ്യവർജന പരിപാടിക്ക് വേണ്ടിയിട്ട്. പിന്നല്ലാണ്ട് മദ്യം വേ കള്ളുറേ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? കള്ള ഔഷധമാണ് ഹേ. പിന്നെന്താ സംശയം? ഞങ്ങൾ പാർട്ടി മെമ്പർമാർ കുടിക്കാൻ പാടില്ലെന്ന് ഉറപ്പല്ലേ? ഭരണഘടനാപരമായിട്ട് തന്നെ പറയുന്നത് മദ്യപിക്കാൻ പാടില്ല. ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ അപ്പോൾ പുറത്താക്കും. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരും മദ്യപിക്കാറില്ല. മദ്യത്തിന്റെ രുചി എന്തുട്ടാന്ന് പോലും പാവങ്ങൾക്ക് അറിയില്ല. മദ്യപിക്കുന്നില്ല, മദ്യപിക്കൂല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം. ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, അല്ലാണ്ടല്ല. അല്ല, മദ്യത്തിന്റെ കാര്യത്തിൽ ഇത്രയും സ്ട്രോങ് നിലപാടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മദ്യ കമ്പനി കൊണ്ട് തന്നെ എന്തിനു ഇത്ര ഉത്സാഹം കാണിക്കണത്? ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ആ കള്ള അതുപോലെ എടുത്ത് നിങ്ങൾ കുടിച്ചാൽ അത് മദ്യമല്ല. ആ നീര് അതുപോലെ എടുത്ത് കുടിച്ചാൽ അത് മദ്യമല്ല. എന്നാൽ അത് ലിക്കറാക്കി തീർക്കരുത്. ഓ, കള്ളുണ്ടാക്കേണ്ട സയന്റിഫിക് ക്ലാസ് വരെ തീർന്നില്ലേ? അപ്പൊ കള്ള് ഫാൻസ് വരെ ഇതിലെ ഇങ്ങോട്ടല്ലാട്ടാ, അങ്ങോട്ട് ഇ പി ജയരാജന്റെ അടുത്തേക്ക് മൂപ്പരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സയന്റിഫിക് വശങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിരും. അതിൽ മറ്റ് വസ്തുക്കൾ ചേർത്ത് അതിനെ ലിക്കറാക്കരുത്, മദ്യത്തിൻ്റെ വീര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. അതൊരു സാധാരണഗതിയിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് ഈ കള്ള്. കേരളത്തിലെ കള്ളുചെത്ത് വ്യവസായം ശക്തിപ്പെടുത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തെങ്ങിൽ നിന്ന് ചെത്തി ഇറക്കുന്ന ഇളം കള്ള് ബെഡ് കോഫിയേക്കാൾ ഊർജ്ജം തരുന്നതെന്ന് ഇ പി ജയരാജൻ. പാനീയമാണ്. ആ പാനീയം കുടിച്ചാൽ നമ്മുടെ ഇന്ന് നമ്മൾ ബെഡ് കോഫി ബെഡ് ടീ കഴിക്കുന്നതിനേക്കാളും ആ പാനീയം ഗുണകരമാണ്. ഈ തെങ്ങിൻ്റെ പാനീയം അത് ലിക്കറാകാതെ അതുപോലെ എടുത്ത് ഉപയോഗപ്പെടുത്തിയാൽ നല്ലതാണ്. ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ. അങ്ങനെ പറയാൻ കഴിയുന്ന എത്രയാളുണ്ട്? പിന്നല്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു ഗോവിന്ദ മാഷെ. സഖാക്കൾ ആരും മദ്യപിക്കാറില്ല, ഒരു സഖാവിനെയും മദ്യപിക്കാൻ അനുവദിക്കയില്ല. പക്ഷെ നാട്ടുകാർ എത്ര വേണമെങ്കിലും മദ്യപിച്ച് ആരോഗ്യം കളഞ്ഞോട്ടെ കേട്ടോ. അതിനുവേണ്ടി എത്ര വലിയ മഴവെള്ള സംഭരണികളാണ് ഇവിടെ സർക്കാർ സെറ്റാക്കാൻ പോണത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാർ മനസ്സിലാക്കണില്ലെങ്കിലും കുടിയന്മാർ കൂടെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മനസ്സിലായില്ലേ? അതാണ്.